അസീം മുനീർ ഹോസ്പിറ്റലിലാണോ? അസീം മുനീർ ഹോസ്പിറ്റലിലാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. അതായത് സാധാരണഗതിയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റാവൽപിണ്ടിയിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ പതിവില്ലാത്ത ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കുന്നു. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ നിയന്ത്രണം. ആ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് OPയിൽ, അതായത് ഔട്ട് പേഷ്യൻസ് വരുന്നതിനെ തടയുന്നു. അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, കടത്തിവിടുന്നില്ല. ഉള്ള പേഷ്യൻസിനെ തന്നെ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ചില മേഖലകൾ അടച്ചിടുന്നു, അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ തന്നെ യോഗം ചേരുന്നു. അതിനിർണായകമായ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതീതി ഉണ്ടാകുന്നു. ആ റാവൽപിണ്ടി ഹോസ്പിറ്റലിൻ്റെ ചിത്രങ്ങൾ കാണിക്കാം. മിലിറ്ററി ഹോസ്പിറ്റലാണ് അത്. ആളൊഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ ആയിട്ട് അവിടെ വലിയ തോതിൽ സൈനിക വിന്യാസം ഉണ്ടായിരിക്കും. സൈനികർ വരുന്നു, പല മേഖലകളും കവർ ചെയ്തിരിക്കുന്നു. അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അവിടേക്കുള്ള പ്രധാനപ്പെട്ട പാതയിലെല്ലാം തന്നെ സൈനികർ അണിനിരന്നിരിക്കുന്നു. പല സ്ഥലത്തും ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അതിജാഗ്രതയിൽ ഇല്ലെങ്കിൽ അതിസൂക്ഷ്മതയിൽ ഒരു ഹോസ്പിറ്റൽ വലയം ചെയ്തിരിക്കുന്നു സൈന്യത്താൽ തന്നെ. അപ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സംശയം തോന്നാം. അതെ, അവിടെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി, അതായത് സർവ്വസൈന്യാധിപനായിട്ട് ഇപ്പോൾ സ്വയം അവരോധിച്ച അസീം മുനീർ ചികിത്സയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ പറ്റിയിട്ട് വലിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ റെഗുലർ പേഷ്യൻസിനെ പോലും ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അവരുടെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനെ പോലും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നത് എന്താ, അവിടെ അൺയൂഷ്വലായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. അത് തന്നെയാണ് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട എക്സ് ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും എല്ലാം തന്നെ ഇതിനെ പറ്റിയുള്ള വിവരങ്ങളുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വലിയാത്ത രീതിയിൽ ഇങ്ങനെ സ്കാനറിലാവുന്നത് വലിയ നിയന്ത്രണം കൊണ്ടുവരുന്ന ഹെവി റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അസീം മുനീർ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു യൂറോളജി ഹോസ്പിറ്റലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലാണ്. ആർമ്ഡ് ഫോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂറോളജി എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അസീം മുനീർ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ഉയരുന്ന ചോദ്യം. ഇത് പലതും അഫ്ഗാനിസ്ഥാൻ ഹാൻഡിലുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എല്ലാം തന്നെ പുറത്തു വിടുന്നത്. പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ഇതിനെപ്പറ്റി ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് അത്തരത്തിലൊരു സംഭവമില്ല. അസീം മുനീർ എന്താണ് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിസിറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്തിന് വിസിറ്റ് ചെയ്തു? ഒരു ആർമ്ഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റൽ അവിടുത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്തിനു വേണ്ടി സന്ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഗുരുതര രോഗമുണ്ടോ? അങ്ങനെ ഗുരുതര രോഗത്തിൻ്റെ യൂറോളജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഗുരുതര രോഗത്തിൻ്റെ ചികിത്സയിലാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോസ്റ്റുകളുടെ പല കമൻറ്റുകളും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഇയാൾക്ക് ഗുരുതര രോഗമാണ്, എന്തൊക്കെയോ അസുഖം ബാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സയിലാണ്, അധിക നാൾ ഇല്ല, മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പല കമൻറ്റുകളും അതിൻ്റെ അകത്തുള്ളത്. ഈ പറയുന്ന കമൻറ്റുകൾ ഇടുന്ന പല പോസ്റ്റുകൾ, പല അക്കൗണ്ടുകളും തന്നെ വെരിഫൈഡ് അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ഫേക്ക് അക്കൗണ്ടുകളാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം, എന്തെങ്കിലും സംഭവിക്കാതെ ഇത്തരത്തിൽ ഊഹാപോഹം വരില്ല എന്നുള്ളതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ചിത്രങ്ങളുണ്ട്, അതിനകത്തുള്ള ചിത്രങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നതെന്നാണ്. അസീം മുനീർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്രയ്ക്ക് രംഗത്തേക്ക് വന്നിട്ടില്ല. 1-2 പത്രപ്രസ്താവനകളൊക്കെ വന്നതല്ലാതെ അസീം മുനീർ പരസ്യമായിട്ട് ഏതെങ്കിലും വേദിയിൽ വന്നതായിട്ടും കാണുന്നില്ല. അപ്പോൾ അസീം മുനീർ കുറച്ച് ദിവസമായിട്ട് എവിടെയോ മാറി നിൽക്കുകയാണ് എന്ന് പറയപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഹോസ്പിറ്റൽ നിയന്ത്രണം വന്നിരുന്നു. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അവിടെ അസീം മുനീർ സന്ദർശിച്ചു എന്നും പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തോ ഗുരുതര രോഗമുണ്ട്, അതിന് ആരെങ്കിലും അജ്ഞാതം വല്ലതും ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. കാരണം അസീം മുനീർ ഈ കഴിഞ്ഞ ദിവസം വരെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിരുന്നു, ഇന്ത്യയെ വെറുതെ വിടില്ല, ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാകാം, ഒരുപക്ഷെ അതിന് മുൻപായിരിക്കാം അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആയിട്ട് സ്വയം അവരോധിച്ചതിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു അസുഖം ബാധിച്ച് ഇതിലേക്ക് വരിക. ഡോൺ പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും.
പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടേക്ക് ഈ പറയുന്ന അസിം മുനീർ എത്തിയിരുന്നു, സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ മറ്റൊന്നും ഈ പറയുന്ന പാകിസ്ഥാൻ ഒഫീഷ്യലായി അറിയിച്ച കാര്യങ്ങളല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്നോ ചികിത്സയിലാണെന്നോ എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വെളിയിലേക്ക് അധികം വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും അടിമുടി തകർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള അസിം മുനീറിന് ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ട് പോക്ക് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ്. പക്ഷേ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടേണ്ടി തന്നെ വരുമല്ലോ. അത് ഈ അധികാരം കൊണ്ട് രോഗം മാറില്ല. ഈ ഖമനി കുറെ നാള് ചികിത്സയിലായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നില്ല. ബങ്കറിൽ ഒളിച്ചിരുന്ന സമയത്തും അതിനുശേഷവും അത് കഴിഞ്ഞ് പുറത്തു വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോഴും ഇത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടില്ല. ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വിടുക എന്ന് പറയുന്നതും അത്ര പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പല രഹസ്യങ്ങളും ഇതോടുകൂടി പുറത്തോട്ട് വരും എന്നുള്ളത് പോലെ തന്നെയാണ്. അപ്പോൾ അസിം മുനീറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറം ലോകം അറിയുമ്പോൾ അത് നിലവിലുള്ള പാകിസ്ഥാന്റെ അവസ്ഥയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അത് മൂടി വെക്കാനുമുള്ള സാധ്യതകളുണ്ടല്ലോ. ഈ പറയുന്ന ഉയർന്ന പൊസിഷനിലുള്ള നേതാക്കളുടെ കാര്യത്തിനകത്തല്ല ഈ ഒരു രഹസ്യം ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സുഖമില്ലാത്ത അവസ്ഥയിൽ ചികിത്സയ്ക്കായിട്ട് വിദേശത്തേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പുറത്തേക്ക് അതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തെ ആരോഗ്യത്തെ പറ്റിയിട്ടും അനാരോഗ്യം ബാധിച്ചതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള വാർത്തകൾ വന്നത്. പുട്ടിൻ്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുട്ടിന് സുഖമില്ല, സോണിയാഗാന്ധിക്ക് സുഖമില്ല, ഈ കാര്യങ്ങളൊക്കെ പല രോഗങ്ങളും ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് അവരുടെ ചികിത്സയുടെ കാര്യത്തിനായിട്ട് വിദേശത്ത് പോകുമ്പോഴൊക്കെയാണ്. അപ്പോൾ പുട്ടിന് വലിയ ഗുരുതര രോഗം ബാധിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പൂ ബാഗിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണത് എന്ത് മാരക രോഗമുണ്ട്, അതുകൊണ്ടാണ് പൂ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സി ജിൻപിങ്ങിന് ക്യാൻസറാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ട്. അപ്പോൾ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് പലർക്കുമുള്ള രോഗവിവരങ്ങളെ പറ്റിയിട്ടും ട്രംപിൻ്റെ കാലിലെ നീരിനെ പറ്റി വരെ വാർത്ത വന്നിരുന്നു. സുഖമില്ലാതിരിക്കുകയാണ്, കാല് ഇറുക്കി ഷൂവിനകത്ത് വെച്ചേക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിനൊക്കെ കാര്യമുണ്ടായിരിക്കും. ഇമ്രാൻഖാന് ഈ സുഖമില്ല, ജയിലിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരെ വന്നിരുന്നു. ശരിയാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് പോലും ഇമ്രാൻഖാൻ്റെ ഒരു വീഡിയോ പോലും പുറത്ത് വന്നിട്ടില്ല അതിന് ശേഷം. അതെ, ജയിൽ അധികൃതർ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഇമ്രാൻഖാന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്രാൻഖാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഒരു വാചകം എടുത്തിട്ട് അതിനെ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വിടുകയാണ് വേണ്ടത്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇമ്രാൻഖാന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതേ സമയത്താണ് അതിന് തൊട്ട് പിന്നാലെയാണ് പറയപ്പെടുന്നത് അസിം മുനീർ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചിരിക്കുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഹോസ്പിറ്റലിൽ ഇത്രയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ എന്തോ കാര്യമായ കാര്യമുണ്ട് അതിന് പിന്നിൽ എന്നുള്ളത് കൂടി പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അത്തരത്തിലൊരു രോഗവും ബാധിച്ചിട്ടില്ല. അവിടെ ഒരു യൂഷ്വലായിട്ടൊരു സാധാരണഗതിയിൽ നടത്തുന്ന ഒരു സന്ദർശനമാണ്. അങ്ങനെ ഒരു സന്ദർശനം ഒരു ആർമിയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഇതിനിടയിൽ ഇത്തരത്തിലൊരു സന്ദർശനം ഉണ്ടായിട്ടുമില്ലല്ലോ. അതെ, ഇതിന് മുമ്പൊന്നും ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സന്ദർശനം വേണ്ടി വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ട്. എന്തായാലും അവിടെ അഡ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ സുരക്ഷാ സന്നാഹങ്ങൾ ചുറ്റും ഒരുക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ എന്ന് വരും ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കൺഫേം ചെയ്യുമായിരിക്കും. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്ത ഇതാണ്. പാകിസ്ഥാൻ ഒരു പരിധിവരെ നിഷേധിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അതിനെ തള്ളിയിട്ടില്ല എന്നതുകൊണ്ട് എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞേക്കും.